നമസ്തേ. ഹ്യൂമനിസ്റ്റിക് സൈക്കോളജിയിലേക്ക് വരുന്ന സമയത്ത് അവിടെ ഒരു കൺസെപ്റ്റ് ഉണ്ട്, ഫുള്ളി ഫങ്ഷനിങ് ഹ്യൂമൻ ബീയിങ്. അതുപോലെ തന്നെ മറ്റൊരു കൺസെപ്റ്റ് ഉണ്ട്, ഐഡിയലിസ്റ്റിക് സെൽഫ് ആൻഡ് റിയൽ സെൽഫ്. അപ്പൊ നമ്മുടെ യഥാർത്ഥത്തിലുള്ള സെൽഫിൽ നിന്ന് ഐഡിയലിസ്റ്റിക് സെൽഫിലേക്ക് എത്തുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു ഫുള്ളി ഫങ്ഷനിങ് സെൽഫ് ആക്ച്വലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ബീയിങ് ആകുന്ന സമയത്താണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളുടെ സഹസ്രാര ചക്രം ആക്ടിവേറ്റ് ആയി എന്ന് പറയാനായിട്ട് സാധിക്കുക. ഇത് മനഃശാസ്ത്രത്തിന്റെ ഫ്രെയിംവർക്കിനപ്പുറത്തേക്ക് സ്പിരിച്വൽ ലെവലിലേക്ക് വരുന്ന സമയത്ത് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ കൂടി ഉണ്ട് താനും. അപ്പൊ അത്തരത്തിൽ നമ്മുടെ സഹസ്രാര ചക്രത്തിലേക്ക് കുണ്ടലിനി ശക്തി എത്തുന്ന സമയത്ത്, അല്ലെങ്കിൽ സഹസ്രാര ചക്ര ആക്ടിവേഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എ പ്രൊഫൗണ്ട് സ്പിരിച്വൽ എക്സ്പീരിയൻസ് എന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരും. കാരണം ഇത് റയർ ആയിട്ട് നടക്കുന്ന ഒരു ഫെനോമിനിയാണ്, അത്ര ഈസി ആയിട്ട് നടക്കുന്ന ഒരു ഫെനോമിനി അല്ല. നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഓരോ ചക്രങ്ങളിലൂടെ കുണ്ടലിനി ശക്തി റൈസ് ചെയ്ത് ഏറ്റവും അവസാനത്തെ ഈ ഒരു സഹസ്രാര ചക്രത്തിലേക്ക് എത്തുക എന്നുള്ളത് ചെറുതായിട്ടുള്ള ഒരു കാര്യമല്ല. നമ്മൾ മുൻപുള്ള ഓരോ വീഡിയോകളിലായിട്ട് നമ്മുടെ മനുഷ്യ ശരീരത്തിലെ എനർജി സെന്റേഴ്സ് ആയിട്ടുള്ള ഓരോ ചക്രങ്ങളിലൂടെ കുണ്ടലിനി ശക്തി റൈസ് ചെയ്ത് വരുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന അനുഭവങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ എക്സ്പീരിയൻസസിനെ കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ചക്രങ്ങൾക്ക് ബ്ലോക്കേജ് ഉണ്ടാകുന്ന സമയത്ത് എന്താണ് ഫീൽ ചെയ്യുന്നത് എന്നും പറഞ്ഞിട്ടുണ്ട്. ആദ്യമായിട്ട് വരുന്നത് മൂലാധാര ചക്രമാണ്. അവിടെ നമ്മുടെ എക്സിസ്റ്റൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതിനുശേഷം നമ്മുടെ ആസ്വാദനം ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ സ്വാധിഷ്ഠാന ചക്രത്തിൽ വരുന്നു, ക്രിയേറ്റിവിറ്റി പോലുള്ള കാര്യങ്ങൾ. അതിനുശേഷം നമുക്ക് മണിപ്പൂര അല്ലെങ്കിൽ മണിപ്പൂരിക ചക്രത്തിലേക്കാണ് വരുന്നത്. ആ ഒരു ചക്രത്തിലേക്ക് നമ്മളൊരു കർമ്മയോഗിയായിട്ട് മാറുകയാണ്. അപ്പൊ അവിടെ നല്ല രീതിയിലുള്ള കർമ്മയോഗി സക്സസ്ഫുൾ ആകുന്ന സമയത്ത് അയാൾക്ക് അനാഹത ചക്രത്തിലേക്ക് എനർജി റൈസ് ചെയ്ത് വരികയാണ്. അതിനുശേഷം പിന്നീട് അയാൾ ഒരു ടീച്ചറായിട്ട് മാറുകയാണ്. ഔട്ട് ഓഫ് യുവർ ലവ് യു ആർ ടീച്ചിങ് എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ വിശുദ്ധ ചക്രത്തിലേക്ക് എനർജി എത്തിക്കഴിയുന്ന സമയത്ത് യു ആർ എ ടീച്ചർ, ഐ സ്പീക്ക് എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ഉയരുകയാണ്. അതിനുശേഷം നമ്മുടെ ആജ്ഞാചക്രത്തിലേക്ക് എനർജി എത്തുന്ന സമയത്ത് നമുക്ക് എല്ലാ കാര്യങ്ങളെയും ഒരു മൂന്നാമത്തെ കണ്ണുകൊണ്ട് ബിയോണ്ട് ദ പെർസ്പെക്റ്റീവ് ഓഫ് നോർമാലിറ്റി, അതിനപ്പുറത്തേക്ക് നമുക്ക് എല്ലാത്തിനെയും കാണാനായിട്ട് സാധിക്കുകയാണ്. അതായത് മിഥ്യകൾക്ക് ഇല്യൂഷൻ അപ്പുറത്തേക്ക് നമുക്ക് കാണാനായിട്ട് സാധിക്കുകയാണ്. ആ സമയത്ത് നമ്മൾ മനസ്സിലാക്കുകയാണ് റിയാലിറ്റി ഈസ് ആൻ ഇല്യൂഷൻ എന്നുള്ളത്, അതിനപ്പുറത്തേക്കാണ് യാഥാർത്ഥ്യം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയാണ്. ഇനി അവിടുന്ന് വീണ്ടും എനർജി റൈസ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ ചക്രങ്ങളിലും പ്രാവീണ്യം നേടി എനർജി റൈസ് ചെയ്ത് വരുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ വോൾ പേഴ്സണാലിറ്റിയിൽ അതിനനുസരിച്ചിട്ടുള്ള വളരെ പ്രൊഫൗണ്ട് ആൻഡ് പവർഫുൾ ആയിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ മാറ്റം ഉണ്ടാകുന്നു, പരിവർത്തനം ഉണ്ടാകുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇത് തന്നെയാണ് യഥാർത്ഥത്തിലുള്ള സ്പിരിച്വൽ ഗ്രോത്ത് എന്ന് പറയുന്നത്. സ്പിരിച്വൽ അവേക്കനിങ്ങിന് ശേഷം സ്പിരിച്വൽ ഗ്രോത്ത് ഉണ്ടാകുകയും അതിനുശേഷം അത് ഒരു മാസീവായിട്ടുള്ള സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷനിലേക്കും വരികയാണ്. അപ്പൊ സഹസ്രാര ചക്രത്തിലേക്ക് ഊർജ്ജം എത്തുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അത് ഒരുപാട് ആളുകൾക്ക് സാധിച്ചിട്ടുള്ള കാര്യവുമല്ല, റയർ ആയിട്ടുള്ള വിഭാഗങ്ങൾക്ക് മാത്രമാണ് സാധിച്ചിട്ടുള്ളത്. അങ്ങനെ സാധിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം അവര് എല്ലാവിധ ബിലീഫ് സിസ്റ്റങ്ങൾക്കും മതത്തിനും ഭാഷകൾക്കും രാഷ്ട്രങ്ങൾക്കും ഒക്കെ അതീതമായിട്ട് മനുഷ്യൻ അല്ലെങ്കിൽ മനുഷ്യത്വത്തിന്റെ ഏറ്റവും പൂർത്തീകരിക്കപ്പെട്ടിട്ടുള്ള അവസ്ഥയിലേക്ക് അവർ ഉയരുകയാണ്. അഹം ബ്രഹ്മാസ്മി തത്വമസി എന്ന് പറയുന്നത് പോലെ ദൈവികമായിട്ടുള്ള ഊർജം അവരിൽ ഫില്ലാവുകയാണ്. അപ്പോ ദൈവത്തിന്റെ സ്നേഹം എന്ന് പറയുന്നത് മനുഷ്യന്റെ സ്നേഹം പോലെയല്ല, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് പോലെയല്ല. അവിടെ ദൈവവും മനുഷ്യനും ഒന്നാകുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ നമ്മുടെ ഈ ചെറിയ ശരീരത്തിലേക്ക് ഈ എനർജിയുടെ ഈ ഊർജത്തിന്റെ ഈ ആത്മീയ ഊർജത്തിന്റെ പ്രവാഹം ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ശരീരം ഇതിനെ താങ്ങാനായിട്ട് പ്രാപ്തമായിരിക്കണം. അതിനു വേണ്ടിയിട്ടാണ് യോഗ പോലുള്ള കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് റീസ്ട്രക്ചറിങ്ങും വരുത്തുന്നത്. അതൊക്കെ മുൻപുള്ള വീഡിയോകളിൽ വിശദീകരിച്ചിട്ടുണ്ട്. അവിടെ മന്ത്രങ്ങൾ ഉണ്ടാകും, മെഡിറ്റേഷൻ ഉണ്ടാകും, വിഷ്വലൈസേഷൻ ഉണ്ടാകും. നമ്മുടെ ശരീരത്തിനെ ശക്തിപ്പെടുത്താനായിട്ട് പ്രകൃതിയുമായിട്ട് ഇണങ്ങിക്കൊണ്ടുള്ള സമീകൃതമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്യുന്നുകൊണ്ടായിരിക്കും. വൺസ് നമ്മുടെ ബോഡി പവർഫുൾ ആയിട്ട് കഴിയുന്ന സമയത്താണ് നമുക്ക് ഈ എനർജി ഇങ്ങോട്ടേക്ക് വരുന്നത് എന്നുള്ളതാണ്. നമുക്ക് തേർഡ് ഐ ചക്രം വരെ നമ്മുടെ എഫേർട്ട് കൊണ്ട് നമുക്ക് ഉയർത്തി കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ബട്ട് ഏറ്റവും അവസാനത്തെ ചക്രം എന്ന് പറയുന്നത് അത് മുകളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് നൽകുന്നതായിട്ടുള്ള ഒരു കണക്ഷൻ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ ചക്രത്തിൽ എനർജി എത്തുന്ന സമയത്ത് നമുക്ക് എറ്റേണൽ ബ്ലിസ് ഫീൽ ചെയ്യുകയാണ്. നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ഈ ഭൗതിക ശരീരത്തിന് ആത്മാവ് വെടിയുന്നതിന് മുമ്പ് തന്നെ ആത്മാവ് അതിന്റെ മോക്ഷ പൂർത്തീകരണത്തിലേക്ക് എത്തുകയാണ്. അങ്ങനെ എത്തുന്ന സമയത്ത് നമുക്ക് സമാധി എന്ന് പറയുന്ന ഒരു അവസ്ഥ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടാകാം. ഈ ചക്രം ഓപ്പൺ ആയിട്ട് തുടങ്ങുമ്പോൾ തന്നെ, അതായത് ആക്ടിവേഷന്റെ ഇനിഷ്യൽ സ്റ്റേജിലേക്ക് ഈ ചക്രത്തിലേക്ക് എനർജി എത്തുന്ന അവസ്ഥയിൽ തന്നെ നമുക്ക് ഒരുപാട് ഫീലിങ്സ് ഉണ്ടാവും. ചിലപ്പോൾ നമ്മൾ ഈ ഒരു മനുഷ്യ ജീവിതത്തിൽ അതിന്റെ ആക്ടിവേഷൻ ഫുൾ ആയിട്ട് നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. ചിലപ്പോൾ നമുക്ക് ഈ ജീവിതം അവസാനിച്ചിട്ടുണ്ടെങ്കിലും സാധ്യമാവുകയില്ല. ചിലപ്പോൾ നമ്മൾ വീണ്ടും ജനിച്ചാലും സാധ്യമാവുകയില്ല. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ പാസ്റ്റും ഇപ്പോഴും ഉള്ള കർമ്മങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് കിടക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ നമ്മുടെ സഹസ്രാര ചക്രത്തിലേക്ക് ഈ ഊർജ്ജം എത്തുന്ന സമയത്ത് അതിന്റെ ഇനീഷ്യൽ സ്റ്റേജ് അത് നമ്മൾ ഒരുപാട് പേർക്ക് ചിലപ്പോൾ അനുഭവം ഉണ്ടായിരിക്കും. പൂർണ്ണമായിട്ടും നമ്മളൊരു എൻലൈറ്റൻഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് വ്യത്യസ്തമായിട്ടുള്ള ഒരു തലം തന്നെയാണ്. അങ്ങനെ എത്തിയ ആളുകൾ നമ്മുടെ സമൂഹത്തിൽ വളരെ റയർ ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നിരുന്നാലും ഇനിഷ്യലി നമ്മുടെ ചക്രത്തിലേക്ക് കുണ്ടലിനി ശക്തി എത്തുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന വികാരങ്ങളിൽ ഒന്നാണ്
നല്ല ബ്ലിസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റേജ് എന്ന് പറയുന്നത്. നമുക്ക് സമാധാനം ഫീൽ ചെയ്യുകയാണ്, നമുക്ക് നല്ല സന്തോഷം ഫീൽ ചെയ്യുകയാണ്, നമുക്ക് നല്ല ശാന്തമായിട്ട് ഇരിക്കാനായിട്ട് സാധിക്കുകയാണ്. നമ്മുടെ ഈ തലയുടെ അല്ലെങ്കിൽ ഈ സഹസ്രാര ക്രൗൺ ഏരിയ എന്ന് പറയുന്നത് ഓപ്പൺ ആയതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുകയാണ്. അത് പ്രപഞ്ചവുമായിട്ട് ഒന്നായതുപോലുള്ള ഒരു ഫീലിംഗ് നമുക്ക് ഉണ്ടാകുകയാണ്. നമ്മൾ വിഭിന്നമല്ല, ഈ പ്രപഞ്ചം, അതിലെ സകല ചരാചരങ്ങൾ, അതിലെ സൃഷ്ടികളിൽ നിന്നൊന്നും നമ്മൾ വിഭിന്നമല്ല എന്നുള്ളൊരു ഫീലിംഗ് നമുക്ക് ഉണ്ടാകുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് ഹ്യൂമൻ ബീയിങ്സ് സെപ്പറേറ്റ് ആയിട്ടാണ് കാണുന്നത്. ഞാനും അയാളും അവരും, മറ്റു മതത്തിൽപ്പെട്ടവർ, മറ്റ് രാഷ്ട്രത്തിൽപ്പെട്ടവർ, ഓരോ രീതിയിലുള്ള എക്കണോമിക് തലങ്ങളിൽപ്പെട്ടവർ, അങ്ങനെയാണ് നമ്മൾ സാധാരണ ആൾക്കാരെ കാണുന്നത്. പക്ഷേ സഹസ്രാര ചക്രത്തിലേക്ക് നമുക്ക് എനർജി റൈസ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ഈ ചിന്താരീതികളും ഈ ഫീലിങ്സും ഒക്കെ മാറുകയാണ്. അവിടെ നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു തത്വശാസ്ത്രം മറ്റുള്ളവനെ പഠിപ്പിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെടുന്നില്ല. അവിടെ നമ്മൾ എക്സാമ്പിൾ കാണിക്കുകയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്യുന്നത്. യേശുക്രിസ്തുവിന്റെ ജീവിതത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, അദ്ദേഹം ആരെയും മതം പഠിപ്പിക്കാനായിട്ട് പോകുന്നില്ല. അദ്ദേഹം എവിടെയും മതം സ്ഥാപിച്ചതായിട്ടും നമുക്കറിയില്ല. ഒരു സഭ എന്ന് പറയുന്ന ഒരു സങ്കല്പം അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം പഠിപ്പിച്ചു കൊടുത്തായിട്ടുള്ള സംഗതി യഥാർത്ഥത്തിൽ ജ്ഞാനോദയം തന്നെയാണ്. അപ്പൊ മനുഷ്യൻ ഏറ്റവും പൂർത്തീകരണമായിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തണമെന്ന് പറഞ്ഞിട്ടുള്ള യേശുക്രിസ്തു അടക്കമുള്ള ഒരുപാട് അനേകായിരം മഹാരഥന്മാരെ നമുക്ക് ചരിത്രത്തിൽ കാണാനായിട്ട് സാധിക്കും. ഗൗതമ സിദ്ധാർത്ഥ ബുദ്ധനുണ്ട്, മുഹമ്മദ് നബിയുണ്ട്, അതുപോലെ ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട് എൻലൈറ്റൻഡ് ആയിട്ടുള്ള വ്യക്തികൾ എന്ന് പറയാനായിട്ട് സാധിക്കുന്നത്. പക്ഷേ അവരൊക്കെ പറഞ്ഞ കാര്യങ്ങളെ പിന്നീട് വന്ന എൻലൈറ്റൻഡ് അല്ലാത്ത ചില വ്യക്തികൾ എന്ത് ചെയ്യാണ്, വളച്ചൊടിച്ച് അവരുടെ പേരിൽ തന്നെ മതങ്ങൾ സ്ഥാപിച്ച് അവരുടെ പേരിൽ തന്നെ വർഗീയത ഉണ്ടാക്കുകയാണ്. ശ്രീനാരായണ ഗുരുദേവന്റെ കാര്യത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും പല ആളുകളും അദ്ദേഹത്തിനെ ഏതൊക്കെ രീതിയിലാണ് വ്യാഖ്യാനിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അപ്പൊ അദ്ദേഹം നമ്മളെ മഹത്തായ കാര്യങ്ങൾ പഠിപ്പിച്ച ജ്ഞാനോദയം പ്രാപിച്ച ഒരു വ്യക്തിയാണെങ്കിലും പിന്നീട് അദ്ദേഹം എന്നല്ല, ഇങ്ങനെ ഓരോ എൻലൈറ്റൻഡ് ആയിട്ടുള്ള വ്യക്തികളെയും സാധാരണ വ്യക്തികൾ ഫോളോ ചെയ്ത് അതിൽ അട്രാക്റ്റഡ് ആയിട്ട് ചെന്നിട്ട് അവസാനം അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് വളച്ചൊടിക്കുകയാണ്. നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഈ എൻലൈറ്റൻഡ് മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ അസെൻഡഡ് മാസ്റ്റേഴ്സിന്റെ എല്ലാം തത്വങ്ങൾ ഒന്നായിരിക്കും എന്നുള്ളതാണ്. അവരെല്ലാം പറയുന്ന ഒറ്റ ഒരു ഡയലോഗ്, യേശുക്രിസ്തു അടക്കം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് വിത്തിൻ യു. എന്നിലൂടെ അല്ലാതെ സ്വർഗത്തിലേക്ക് അല്ലെങ്കിൽ പിതാവിന്റെ അടുത്തേക്ക് എത്താനായിട്ട് സാധിക്കില്ല എന്ന് പറയുന്ന സമയത്ത് അഹം ബ്രഹ്മാസ്മി, ഞാൻ തന്നെയാണ് ഈശ്വരൻ എന്നുള്ള ആ ഒരു മെസ്സേജ് അവർ കൊടുക്കുകയാണ് എന്നുള്ളതാണ്. പക്ഷെ സാധാരണക്കാർ എന്ത് ചെയ്യുകയാണ്, അവരെ ദൈവമായിട്ട് ആരാധിക്കുകയാണ്. അവരേത് അടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നത് എന്നുള്ളത് സാധാരണക്കാർക്ക് അറിയില്ല എന്നത് തന്നെ. അപ്പൊ നമുക്ക് ഈ ബ്ലിസ്ഫുൾ ആയിട്ടുള്ള, വളരെ ഹാപ്പി ആയിട്ടുള്ള, വളരെ പീസ്ഫുൾ ആയിട്ടുള്ള വണ്ണസിന്റെ ഒരു അവസ്ഥയാണ് നമുക്ക് സഹസ്രാര ചക്രത്തിലേക്ക് എനർജി എത്തുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള അനുഭവങ്ങളിൽ ഒന്ന്. അവിടെ നമുക്ക് ഫീലിങ്സ് ഓഫ് സെപ്പറേഷൻ മാറുകയാണ്, നമുക്ക് ഇന്നർ പീസ് ഉണ്ടാകുകയാണ്. അതുപോലെ തന്നെ നമുക്ക് മെറ്റീരിയൽസിന്റെ മേൽക്കൈ വരികയാണ്. കാരണം സഹസ്രാരത്തിലേക്ക് ഊർജ്ജം എത്തണമെങ്കിൽ നമ്മൾ ഒരു കർമ്മയോഗിയായിട്ടും അല്ലെങ്കിൽ നമ്മുടെ ലോവർ ചക്രാസ് ഒക്കെ വിജയിച്ചിട്ടുണ്ടാവണം. ആ ചക്രങ്ങളുടെ ഒക്കെ ഗുണങ്ങൾ നമ്മൾ ആക്വയർ ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിക്ക് പിന്നെ ഈ ലോകത്തിൽ നിന്ന് വേറെ ഒന്നും നേടാനില്ല എന്നുള്ളതാണ്. സമ്പത്ത് മാത്രമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്, സമ്പത്തുണ്ടായിട്ടും സന്തോഷമില്ലാത്ത ആൾക്കാരുണ്ട്. അതുപോലെ എല്ലാ മേഖലകളിലും ആ മനുഷ്യൻ ഏറ്റവും നിറവിന്റെ അവസ്ഥയിലേക്ക് വരാനായിട്ട് സാധിക്കുക എന്ന് പറയുമ്പം അവന്റെ ഈഗോ ഇല്ലാതാവുകയാണ്. അവന് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളുടെ മേൽ ആധിപത്യം വന്നതുകൊണ്ട് തന്നെ നമ്മളൊരു കാര്യത്തിനെ കീഴ്പ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അതിനോട് വലിയൊരു ക്രൈസ് ഉണ്ടാവുകയില്ല. നിങ്ങൾ ജീവിതത്തിൽ തിരിഞ്ഞു നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, ചെറുപ്പകാലത്ത് വളരെയധികം ആഗ്രഹിച്ചിരുന്ന ഒരു സംഗതി നേടിക്കഴിയുന്ന സമയത്ത് പിന്നീട് അത് നമ്മൾ കീഴ്പ്പെടുത്തി. അപ്പൊ അതുപോലെ നമ്മൾ മനുഷ്യ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും കീഴ്പ്പെടുത്തുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് സഹസ്രാര ചക്രത്തിലേക്ക് ഊർജ്ജം ഉയർന്നു വരുന്ന സമയത്ത് അനുഭവപ്പെടുന്നത്. ഇവിടെ നമുക്ക് ഡിവൈൻ യൂണിയൻ ഉണ്ടാകുവാണ്. ഡിവൈൻ യൂണിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യോഗ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം തന്നെ യൂണിയൻ എന്നാണ്. യൂണിയൻ വിത്ത് ഹും, യൂണിയൻ വിത്ത് ഗോഡ് അല്ലെങ്കിൽ ബ്രഹ്മവുമായിട്ട് ഒന്നാകുന്നതായിട്ടുള്ള അവസ്ഥ എന്നുള്ളതാണ്. അപ്പോൾ മോഡേൺ സയൻസ് യോഗ, മെഡിറ്റേഷൻ ഇതിനെയൊക്കെ ചില ഫിസിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ മെന്റൽ ആയിട്ടുള്ള റിലാക്സേഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളായിട്ടൊക്കെയാണ് കാണുന്നത്. പക്ഷേ നമ്മൾ സ്പിരിച്വാലിറ്റിയിലേക്ക് വരുന്ന സമയത്ത് യോഗ എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് യൂണിയൻ വിത്ത് ഗോഡാണ്. അപ്പൊ ദൈവവുമായിട്ട് നമ്മൾ കമ്പനി ആകുന്ന സമയത്ത് നമുക്ക് എന്താണ് നടക്കുന്നത്, നമുക്ക് വളരെ എക്സ്പാൻഡഡ് ആയിട്ടുള്ള അവയർനെസ് നമുക്ക് ലഭിക്കുകയാണ്. ഉന്നതമായിട്ടുള്ള ജ്ഞാനം നമ്മളിലേക്ക് വരികയാണ്. നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങളും ആത്യന്തികമായിട്ടുള്ള സത്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും. അത് മറ്റുള്ള ആൾക്കാരുടെ അജ്ഞത മാറ്റുകയും അവർക്ക് വെളിച്ചം നൽകുകയും ചെയ്യുന്ന നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇത് നമ്മുടെ തത്വങ്ങൾ മറ്റുള്ളവരിലേക്ക് പ്രീച്ച് ചെയ്യുന്നത് കൊണ്ടല്ല, നമ്മുടെ അനുഭവങ്ങൾ നമ്മൾ പറയുകയാണ്. നമ്മുടെ ജീവിതത്തിന്റെ എക്സാമ്പിൾ കാണുന്ന സമയത്ത് ആളുകൾ നമ്മളിലേക്ക് അട്രാക്റ്റഡ് ആയിട്ട് വരും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ ജ്ഞാനോദയമൊക്കെ കിട്ടിയ ആൾക്കാരിലേക്ക് അല്ലെങ്കിൽ കൂടുതൽ പവർഫുൾ ആയിട്ടുള്ള ഓറയുള്ള ആൾക്കാരിലേക്ക് ഈ കുണ്ടലിനി ശക്തി ഓരോ ചക്രത്തിലൂടെ റൈസ് ചെയ്ത് മേൽചക്രങ്ങളൊക്കെ ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരിലേക്ക് അതിന് താഴെ
ഉള്ള ചക്രങ്ങളിലേക്ക് എനർജി എത്തിയിട്ടുള്ള അല്ലെങ്കിൽ ആക്ടിവേഷൻ നടക്കാത്തതായുള്ള വ്യക്തികൾ പെട്ടെന്ന് അട്രാക്റ്റഡ് ആയിട്ട് പോകുന്നത്. കാരണം മനുഷ്യൻ എപ്പോഴും ഏറ്റവും ഉന്നതമായിട്ടുള്ള സമാധാനം, സന്തോഷം, വളർച്ച, നിറവ്, ജ്ഞാനോദയം ഇതിലേക്ക് എത്തണമെന്നുള്ള ഒരു ഇന്നേറ്റ് ടെൻഡൻസി എല്ലാ മനുഷ്യന്റെ ഉള്ളിലും ദൈവം കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ വെള്ളം ഒഴുകി പോകുന്നത് താഴ്ന്ന നിലങ്ങളിലേക്കാണ്, അത് അവസാനം കടലിലേക്കാണ് എത്തുന്നത് എന്ന് പറഞ്ഞതുപോലെ പരബ്രഹ്മത്തിലേക്ക് എത്താനായിട്ടുള്ള ഒരു ഇന്നേറ്റ് ടെൻഡൻസി എല്ലാ മനുഷ്യന്മാരുടെയും ഉള്ളിലെ ആത്മാവിൽ സന്നിവേശിപ്പിച്ചിട്ടാണ് നമ്മൾ ഈ ഭൂമിയിലേക്ക് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. നമ്മുടെ ആത്മാവിന് അതറിയാം, നമ്മുടെ ഉപബോധ തലങ്ങൾക്ക് അതറിയാം, നമ്മുടെ അബോധ തലങ്ങൾക്ക് അതറിയാം. പക്ഷെ നമ്മൾ ഈ ഭൗതികമായിട്ടുള്ള ലോകത്തിനെ ബീറ്റ് ചെയ്യാൻ പറ്റാതെ ഇല്യൂഷനിലേക്ക് ആയി പോകുന്ന സമയത്ത് നമ്മൾ ഈ പറയുന്ന ഇന്നേറ്റ് ടെൻഡൻസിയിൽ നിന്ന് നമ്മൾ അകന്നകന്ന് പോവുകയാണ്. അങ്ങനെ നമ്മൾ സാധാരണ രീതിയിലുള്ള ഒരു മനുഷ്യനായിട്ട്, ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഭൗതിക ജീവിയായിട്ട് മാറുകയാണ്, നമ്മുടെ ഫുള്ളി ഫങ്ഷനിങ് ലെവലിലേക്ക് എത്താൻ പറ്റാതെ. അങ്ങനെ നമ്മളൊരു അടിമയായിട്ട് ജീവിതകാലം മുഴുവൻ കഴിഞ്ഞുകൂടുകയാണ്. നമ്മുടെ കഴിവുകൾ നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റുന്നില്ല, നമുക്ക് വളരാനായിട്ട് പറ്റുന്നില്ല, ചെയ്യുന്ന കാര്യങ്ങളിൽ നമുക്ക് സംതൃപ്തി കണ്ടെത്താനായിട്ട് സാധിക്കുന്നില്ല, ജനങ്ങളുടെ അടുത്ത് നിന്ന് അംഗീകാരം ലഭിക്കുന്നില്ല. അങ്ങനെ ഫുള്ളി ഫ്രസ്ട്രേഷൻ ആയിട്ട് ചെയ്ത പണിക്ക് തികഞ്ഞ പൈസ പോലും കിട്ടാതെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മനുഷ്യൻ മാറാൻ കാരണം എന്ന് പറയുന്നത് അവന്റെ ഇന്നേറ്റ് ടെൻഡൻസി ആയിട്ടുള്ള ഫുള്ളി ഫങ്ഷനിങ് അവസ്ഥയിലേക്കുള്ള അവന്റെ അന്വേഷണത്തിന് ബ്ലോക്കേജ് ഉണ്ടാകുന്നതുകൊണ്ടാണ്. ഈ ബ്ലോക്കേജ് നമ്മൾ ആത്മീയതയിലേക്ക് വരുന്ന സമയത്ത് ചക്ര ബ്ലോക്കേജ് എന്നുള്ള ഒറ്റ വാക്കുകൊണ്ട് വളരെ വ്യക്തമായിട്ട് അടിവരയിട്ടിട്ട് നമുക്ക് പറയാനായിട്ടും സാധിക്കും. അപ്പൊ അസെൻഡഡ് മാസ്റ്റേഴ്സ് എല്ലാം പഠിപ്പിച്ചിട്ടുള്ളത് ഒരേ ഒരു യൂണിവേഴ്സൽ ട്രൂത്ത് ആണ് എന്നുള്ളത് ഈ ഒരു അവസരത്തിൽ ഇവിടെ പറഞ്ഞു വെക്കുകയാണ്. അവരുടെ പേരിൽ തന്നെ പിന്നീട് വിഭാഗീയതയുടെ, വിഭജനത്തിന്റെ മതങ്ങൾ ഉണ്ടാക്കിയത് അസെൻഡഡ് മാസ്റ്റേഴ്സ് അല്ല, സാധാരണ വ്യക്തികളുടെ മിസ് ഇന്റർപ്രിട്ടേഷൻ ആണ്, തെറ്റായിട്ടുള്ള വ്യാഖ്യാനങ്ങളാണ്, മിഥ്യയുടെ അടിസ്ഥാനത്തിലാണ് അവരങ്ങനെ രൂപപ്പെടുത്തി വെച്ചിരിക്കുന്നത്. മനുഷ്യരാശി അതിനെ ഒരു സേഫ്റ്റിയുടെ ഗുഹ പോലെ കണ്ടുകൊണ്ട് ഒരു പാമ്പ് പൊത്തിലേക്ക് പ്രവേശിക്കുന്നത് പോലെ ഈ ഗുഹയിലേക്ക് കയറിയിട്ട് ഇതാണ് യാഥാർത്ഥ്യം എന്ന് പറഞ്ഞുകൊണ്ട് സമാധാനപ്പെടുകയാണ്. വളരെ കുറച്ചു പേർ മാത്രമാണ് ഈ ഗുഹയുടെ പുറത്ത് വെളിച്ചമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നത്. നമ്മൾ സഹസ്രാര ചക്രത്തിന്റെ ആക്ടിവേഷൻ ഫേസിലൂടെ കടന്നു പോകുന്ന സമയത്ത് നമുക്ക് പ്രൊഫൗണ്ട് ആയിട്ടുള്ള സൈലൻസ് ഫീൽ ചെയ്യുമെന്നുള്ളതാണ്. നമുക്ക് വളരെയധികം സൈലന്റ് ആയിട്ടിരിക്കാനായിട്ട് സാധിക്കും. നമുക്കൊന്നും ആരുടെ അടുത്തും സ്ഥാപിക്കാനില്ല, പറഞ്ഞു നേടാനായിട്ടില്ല. ശാന്തതയിലും സമാധാനത്തിലും സന്തോഷത്തിലും നിശബ്ദതയിലും നമുക്കായിരിക്കാനായിട്ട് സാധിക്കുകയാണ്. നമ്മൾ പരബ്രഹ്മത്തിന്റെ ഫ്രീക്വൻസിയുമായിട്ട് ട്യൂണിൻ ആവുകയാണ്. നമ്മുടെ ഓരോ പ്രവർത്തികളും അലൈൻമെന്റിലാവുകയാണ്. നമ്മുടെ ഇൻറ്റ്യൂഷൻ എന്ന് പറയുന്നത് എഫേർട്ട്ലെസ് ആയിട്ട് മാറുകയാണ്. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും മനസ്സിൽ വിചാരിച്ചാൽ തന്നെ യൂണിവേഴ്സിൽ നിന്ന് അതിന്റെ ഗൈഡൻസ് നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയാണ്. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, നമ്മുടെ ലോജിക്കിന് വിരുദ്ധമായിട്ട് തോന്നുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും നമ്മൾ പ്രവർത്തിച്ചു കഴിയുമ്പോൾ അത് ആത്യന്തികമായിട്ട് നന്മയിലേക്ക് ഭവിക്കുകയാണ്. നന്മയുടെ വഴിയിലൂടെ നടക്കുന്ന സമയത്ത് നമ്മുടെ ലോജിക്കിന് ചിലപ്പോൾ വാലിഡേറ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണെങ്കിൽ പോലും നല്ലതായിട്ടുള്ള ഒരു പ്രവൃത്തി ആത്യന്തികമായിട്ട് നന്മയിലേക്ക് പരിണമിക്കുകയാണ്. ഇതൊക്കെ യൂണിവേഴ്സൽ ഗൈഡൻസിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഒരു കാര്യമാണ്. ഒട്ടും എഫേർട്ട് ഇല്ലാത്തതായിട്ടുള്ള ഇൻറ്റ്യൂഷൻ എന്ന് പറയുന്നത് നമ്മളെ വഴി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മൾ ദൈവത്തിന്റെ ഫ്രീക്വൻസിയുമായിട്ട് ഓൾമോസ്റ്റ് ട്യൂണിൻ ആയി കഴിഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ പ്രവർത്തികൾ വേറെ വ്യക്തികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയില്ല എന്നുള്ളതാണ്. നമ്മൾ നമ്മുടെ കർമ്മം ചെയ്തുകൊണ്ട് കൃത്യമായിട്ട് മുന്നോട്ട് പോവുകയും അതിൽ നിന്ന് ബെനഫിറ്റ് കിട്ടേണ്ടവർക്ക് അത് കിട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. ഈ ഡിവൈൻ ഗൈഡൻസ് ആൻഡ് അലൈൻമെന്റ് സാധ്യമാകുന്നത് നമ്മുടെ ബോധമണ്ഡലം വികസിക്കുന്നത് കൊണ്ടാണ്. നമ്മുടെ ബോധമണ്ഡലം വികസിക്കുന്ന സമയത്താണ് നമുക്ക് ഈ തുറവി പോലുള്ള അവസ്ഥകൾ ഫീൽ ചെയ്യുന്നത്. ഓരോ ചക്രത്തിലേക്ക് എനർജി വന്ന് അതൊക്കെ ആക്ടിവേറ്റഡ് ആകുന്ന സമയത്ത് യഥാർത്ഥത്തിൽ ഒരു പൂ വിരിയുന്നത് പോലെയുള്ള ഒരു അവസ്ഥയാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പൊ നമ്മുടെ ഓറയ്ക്കൊക്കെ വളരെയധികം ശക്തി കൂടുകയാണ്. നമ്മുടെ ഓറ ഏതെങ്കിലും ഒരു സിംഗിൾ കളർ 7 കളേഴ്സിൽ ഡൊമിനേറ്റ് ചെയ്തുകൊണ്ടിരുന്ന അവസ്ഥയിൽ നിന്ന് നമ്മൾ മഴവില്ലിന്റെ നിറം പോലെയാണ് പിന്നീട് നമ്മൾ ഗ്ലോ ചെയ്യുന്നത്, നമ്മുടെ ചക്രങ്ങളെല്ലാം ബാലൻസ്ഡ് ആയിട്ട് വരുന്ന സമയത്ത്. ഈ ഓറയുടെ ലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഭൗതികമായിട്ടുള്ള കണ്ണുകൊണ്ടല്ല, നമ്മുടെ മൂന്നാമത്തെ കണ്ണുകൊണ്ടാണ് കാണുന്നത്. അതുകൊണ്ട് ചക്രാസ് ആക്ടിവേറ്റ് ആയിട്ട് നമ്മുടെ എസ്പെഷ്യലി സഹസ്രാര ചക്രവും തേടൈ ചക്രത്തിലേക്കൊക്കെ എത്തുന്ന സമയത്ത് നമുക്ക് മറ്റുള്ളവരുടെ ഓറ ദർശിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ കണ്ണുകൾ അടച്ചിരിക്കുന്ന സമയത്ത് പല രീതിയിലുള്ള ലൈറ്റുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മൾ കണ്ടിട്ടില്ലാത്തതായിട്ടുള്ള നിഗൂഢമായിട്ടുള്ള നിറങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നിഗൂഢമായിട്ടുള്ള ഫ്രീക്വൻസീസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഫ്രീക്വൻസീസ് കാണുക എന്നൊക്കെ പറയുമ്പോൾ സാധാരണ ആൾക്കാർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കുകയില്ല. വേദനയെ കാണുക എന്ന് പറയുമ്പോൾ വിഷ്വലൈസേഷന്റെ ഏറ്റവും എക്സ്ട്രീം ആൻഡ് പവർഫുൾ ആയിട്ടുള്ള അവസ്ഥകളിലാണ് നമുക്ക് ഇതൊക്കെ സാധ്യമാകുന്നത്. സ്വർഗീയമായിട്ടുള്ള സ്ഥലങ്ങൾ നമ്മുടെ മുന്നിൽ ദൃശ്യമാകും എന്നുള്ളതാണ്. ശുദ്ധമായിട്ടുള്ള ജലം ഒഴുകുന്നത് പോലുള്ള സിംബോളിക് ആയിട്ടുള്ള വിഷൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. പിന്നീട് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് പ്രപഞ്ചത്താലും ഇൻഡ്യൂഷണലാലും നയിക്കപ്പെടുന്ന ഒരു അവസ്ഥയായിട്ട് മാറുകയാണ്. ചുറ്റുമുള്ള മനുഷ്യന്മാരാലോ സമൂഹത്താലോ അല്ല എന്നുള്ളതാണ്.
അപ്പൊ നമുക്ക് നമ്മുടെ മേലുള്ള വിശ്വാസം, നമ്മുടെ അന്തർജ്ഞാനത്തിൽ നമുക്കുള്ള വിശ്വാസം, നമ്മുടെ ആത്മാവിൽ നമുക്കുള്ള വിശ്വാസം, പ്രപഞ്ചത്തിന്റെ ഭൗതികവും ഭൗതികമല്ലാത്തതുമായിട്ടുള്ള തലങ്ങളെ പ്രതിയുള്ള നമ്മുടെ വിശ്വാസമൊക്കെ അതിശക്തിയുള്ളതായിട്ട് മാറുകയാണ്. കോൺഫിഡന്റ് ആയിട്ട് ജീവിതം മുന്നോട്ട് പോവുകയാണ്. നമ്മൾ പറയുന്ന ഓരോ വാക്കുകളും ഏറ്റവും പരമമായിട്ടുള്ള സത്യത്തിലേക്ക് ആളുകളെ എത്തിക്കുന്ന, ചിന്തിക്കുന്ന, ലൈഫുകളെ ട്രാൻസ്ഫോം ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് ഉയരുകയാണ് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വ്യക്തികൾ ഗുരുക്കന്മാരായിട്ട് മാറുന്നത്, അല്ലെങ്കിൽ ജനങ്ങൾ അവരെ ഗുരുക്കന്മാരായിട്ട് കാണുന്നത്. യഥാർത്ഥത്തിൽ ജ്ഞാനോദയം കിട്ടിയ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അവരുടെ ജീവചരിത്രങ്ങളോ അല്ലെങ്കിൽ അവരെ കുറിച്ചുള്ള കാര്യങ്ങളോ ഒക്കെ വായിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, അവരേതെങ്കിലും തരത്തിലുള്ള ഒരു ബിലീഫ് സിസ്റ്റത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. ഏതെങ്കിലും തരത്തിലുള്ള റിലീജിയസ് റിച്വൽസ് അവർ ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. അവർ ശാന്തമായിട്ടിരിക്കുന്നു, അവര് ഉന്നതമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു, ഉന്നതമായിട്ടുള്ള കാര്യങ്ങൾ ചിലപ്പോൾ ചെയ്യുന്നു. അത്തരത്തിലുള്ള ഒരു റിച്വൽസിന്റെ ഒക്കെ അപ്പുറത്തേക്ക് മഹത്തായിട്ടുള്ള ആക്ഷൻ എന്താണ്, കർമ്മം എന്താണ്, ധർമ്മം എന്താണ് എന്നുള്ളതാണ് അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു അവസ്ഥയിലേക്ക് വരുന്ന സമയത്ത് സിദ്ധികൾ പ്രവർത്തിക്കുമെന്നുള്ളതാണ്. സ്പിരിച്വൽ പവേഴ്സ് അവരിലേക്ക് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഓരോ ജന്മത്തിനനുസരിച്ചിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ സംഭവ്യമാകുന്നത്. എംപതി അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വ്യൂ പോയിന്റിൽ നിന്ന് കാര്യങ്ങൾ കാണാനുള്ള കഴിവ് നല്ല രീതിയിൽ വർദ്ധിക്കുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ മരണത്തിനോടുള്ള ഭയം ഇല്ലാതെയാകും എന്നുള്ളതും സഹസ്രാര ചക്രത്തിലേക്ക് ഊർജ്ജം ഉയരുന്ന സമയത്തുണ്ടാകുന്ന അനുഭവങ്ങളാണ്. ചിന്തയുടെ ക്ലാരിറ്റിയും ഉന്നതമായിട്ടുള്ള ക്രിയേറ്റിവിറ്റിയും ഉണ്ടാകുമെന്നുള്ളത് മറ്റൊരു കാര്യമാണ്. ഇവർ ശുദ്ധമായിട്ട് അവതരിപ്പിക്കുന്ന ചിന്തകൾ, സർഗസൃഷ്ടികളെയൊക്കെ പല വ്യക്തികൾ എടുത്തിട്ട് അവരുടേതായിട്ടുള്ള രീതിയിൽ വ്യാഖ്യാനിക്കുന്ന സമയത്താണ് പ്രശ്നം. എപ്പോഴും നമ്മൾ ശ്രമിക്കേണ്ടത് വേറൊരാൾ മതം പഠിപ്പിക്കുന്നത് കേൾക്കുന്നതിനപ്പുറത്തേക്ക് നമ്മുടെ ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കുക, നമ്മുടെ ആത്മാവിലേക്ക് തിരിഞ്ഞു നോക്കുക. അതാണ് ഏറ്റവും വലിയ ഗുരു എന്ന് പറയുന്നത്. ആത്മാവിന്റെ സ്വരം നമുക്ക് കേൾക്കുന്നതിന്റെ ഇടയിലുള്ള ബ്ലോക്കേജിനെ മാറ്റുക. അതാണ് ഏറ്റവും വിജയകരമായിട്ടുള്ള ആത്മീയ അല്ലെങ്കിൽ സ്പിരിച്വൽ ഉണർവ് അല്ലെങ്കിൽ സ്പിരിച്വൽ അവേക്കനിങ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. വേറെയുള്ള വ്യക്തികൾ പഠിപ്പിക്കുന്ന സമയത്താണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ വരുന്നത്. അവരുടേതായിട്ടുള്ള സ്വാർത്ഥ താല്പര്യങ്ങൾ, അവരുടേതായിട്ടുള്ള ബയാസുകളൊക്കെ അവർ നമ്മളിലേക്കും ഒരു വിഷം പോലെ തന്നെ, പാലിനുള്ളിലോ തേനിൻ്റെ ഉള്ളിലോ വിഷം കൊടുക്കുന്നത് പോലെ നമുക്ക് ഈ സംഗതികളിൽ കൂടെ കിട്ടുകയാണ് നമ്മൾ പോലും അറിയാതെ. അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ഫിൽട്ടർ സിസ്റ്റമായിട്ട് ജനിച്ചിട്ടുള്ള ആൾക്കാർ കുറവാണ്. അതുകൊണ്ട് തന്നെ സാധാരണക്കാർ ഇവർ പഠിപ്പിക്കുന്ന കാര്യങ്ങളിലേക്ക് വശംവദരായിട്ട് പോകുമെന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലുള്ള അറിവ് പകർന്നു തരുന്നത് നമ്മുടെ പ്രാചീന ഭാരതീയ സംസ്കാരങ്ങൾ തന്നെയാണ്. വേദങ്ങൾ, ഉപനിഷത്തുകള്, അതുപോലെ തന്നെ ഇതിഹാസങ്ങള്, പുരാണങ്ങള്, ഫിക്ഷണലായിട്ടുള്ള കഥകള്, ഗുണപാഠങ്ങൾ നൽകുന്നതായിട്ടുള്ള കഥകള്, ഇതിൽ നിന്നും എല്ലാത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്നതായിട്ടുള്ള നമ്മുടെ ആത്മീയ അറിവ് എന്ന് പറയുന്നത് വളരെ പവർഫുൾ ആണ്. ഹിന്ദുക്കുഷ് മലനിരകളിലേക്ക് വന്നിട്ടുള്ള ആര്യൻസ്, അതുപോലെ തന്നെ അവരുടെ കയ്യിലായിരുന്നു വേദങ്ങൾ ഉള്ളത് എന്ന് കരുതപ്പെടുന്നു, അവർ കൊണ്ടുവന്നതാണെന്ന് കരുതപ്പെടുന്നു. എന്ത് തന്നെയാണെങ്കിലും നമ്മുടെ ഭാരതത്തിൽ തനതായിട്ട് രൂപപ്പെട്ടതായിട്ടുള്ള കാര്യങ്ങളും ഇത്തരത്തിലുള്ള എല്ലാ കൾച്ചറുകളുടെയും, ഉന്നതമായിട്ടുള്ള കൾച്ചറുകളുടെയും ഒക്കെ ഒരു ബ്ലെൻഡിങ്ങും ഒരു അറിവിന്റെ സാഗരവുമാണ് നമുക്ക് പ്രാചീന ഭാരതത്തിൽ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ഈ ഒരു അറിവിന്റെ സാഗരത്തിനെ, അതിന്റെ അറിവുകളെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. കഴിഞ്ഞ തവണ സനാതന ധർമ്മത്തിനെ കുറിച്ചൊക്കെ സംസാരിച്ച സമയത്ത് ചില ആളുകൾ ഇങ്ങനെ പറയുന്നത് കേട്ടു, ഹിന്ദുയിസം എന്ന് പറയുന്നത് ഒരു മതമല്ല എന്നുള്ള ഒരു രീതിയിൽ. തീർച്ചയായിട്ടും ഹിന്ദുയിസം എന്നുള്ള വാക്ക് ചിലപ്പം പുറത്തുനിന്ന് വന്നതായിട്ടുള്ള വ്യക്തികളിൽ നിന്നായിരിക്കാം നമുക്ക് കിട്ടിയത്. മറ്റു മതങ്ങളിൽ പെടാത്തവരൊക്കെ, ഭാരതീയ സംസ്കാരത്തിൽ ജീവിച്ചവരൊക്കെ ഹിന്ദുക്കളായിട്ട് മാറിയതായിരിക്കാം. അപ്പൊ ഒരു മതമല്ലാതിരിക്കുന്ന അവസ്ഥയിൽ എന്തുകൊണ്ടാണ് മറ്റൊരു മതത്തിൽ നിന്നുകൊണ്ട് ഈ ഒരു ഭാരതീയ സംസ്കാരത്തിനെ ആശ്ലേഷിക്കാൻ സാധിക്കാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരക്കാർക്ക് ഉത്തരമൊന്നുമില്ല എന്നുള്ളതാണ്. കാരണം ഇത് അഹിംസയിൽ അടിസ്ഥാനമായിട്ടുള്ള ഒരു കാര്യമാണ്. ഹിംസയില്ല, മറ്റുള്ളവരെ എന്തിലേക്കെങ്കിലും മാറ്റുന്നില്ല. അത്തരത്തിൽ അതിന്റെ സംശുദ്ധമായിട്ടുള്ള കാഴ്ചപ്പാട് ഒരുപാട് ഗ്രന്ഥങ്ങളിൽ നിന്നും, ഒരുപാട് സംസ്കാരങ്ങളിൽ നിന്നും, ഒരുപാട് ഋഷിവര്യന്മാരിൽ നിന്നും, മനുഷ്യരിൽ നിന്നും ഒക്കെ ഊറ്റിയെടുത്തതായിട്ടുള്ള ഏറ്റവും നല്ലതായിട്ടുള്ള ഒരു സംഗതിയാണ് സനാതന ധർമ്മം എന്നുള്ള രീതിയിൽ, ശുദ്ധ സനാതന ധർമ്മം എന്നുള്ള രീതിയിൽ മുൻപുള്ള വീഡിയോയിൽ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അല്ലാതെ അത് ഏതെങ്കിലും രീതിയിലുള്ള മതത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന പോലെയോ ഏതെങ്കിലും മതത്തിനെ ഇടിച്ചു താഴ്ത്തുന്ന പോലെയോ അല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാ മതങ്ങളുടെയും മുകളിലേക്ക് മനുഷ്യൻ വളരേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞു. അതിനുവേണ്ടി നമ്മൾ ഏത് ഭാഗത്തു നിന്നാണോ കൂടുതൽ ആത്മീയമായിട്ടുള്ള അറിവുകൾ നമുക്ക് ലഭിക്കുന്നത് അതിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. നമുക്കതിൽ സയന്റിഫിക് ആയിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെ പ്രൂവ് ചെയ്യാവുന്നതാണ്. ഭൗതികമായിട്ടുള്ള സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്നുള്ളതും നമ്മുടെ ഒരു ലക്ഷ്യം തന്നെയാണ്. അല്ലാതെ എന്നോ വരും എന്ന് പറയുന്ന സ്വർഗത്തിന് വേണ്ടി, എന്നോ വരുന്ന രക്ഷകന് വേണ്ടി കാത്തിരിക്കുന്നതിനപ്പുറത്തേക്ക് ഇന്ന് നിങ്ങളുടെ കർമ്മം ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ രക്ഷകന് വേണ്ടി കാത്തിരിക്കുന്ന സമയത്താണ് നിങ്ങൾ മിഥ്യയിലായി പോകുന്നത്. നിങ്ങളുടെ രക്ഷകൻ നിങ്ങൾ തന്നെയാണ് എന്നുള്ളതും, നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ് ക്രിസ്തുവും അല്ലെങ്കിൽ ഇനി വരാനിരിക്കുന്ന ശക്തികൾ ഉയർന്നു വരേണ്ടത് എന്നുള്ളതും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ മഹാരഥന്മാർ നമ്മളെ പഠിപ്പിച്ചത് ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കുക എന്നുള്ളത്.
ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ട് അഹിംസയിൽ അധിഷ്ഠിതമായിട്ട് സഹജീവികൾക്ക് സപ്പോർട്ട് കൊടുത്തുകൊണ്ട് അവരുടെ കൈ പിടിച്ച് ഉയർത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നുണ്ടോ? നമ്മുടെ കർമ്മം കൃത്യമായിട്ട് ചെയ്തുകൊണ്ട് നമുക്ക് ലോകത്തിനൊരു മാതൃകയാകാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അല്ലാതെ ബാലിശമായിട്ടുള്ള മതങ്ങൾ പോലുള്ള സംഗതികളെ പ്രൊമോട്ട് ചെയ്യുകയോ അതിനുവേണ്ടി ഒരുപാട് ഒച്ചപ്പാട് വെക്കുന്നതിലോ ഒന്നും യാതൊരു അർത്ഥവും ഇല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ എല്ലാ മതങ്ങൾക്കും അപ്പുറത്തേക്കുള്ള ആത്മീയതയാണ് നമ്മൾ സംസാരിക്കുന്നത്. അതിന് ചിലപ്പോൾ സനാതന ധർമ്മം എന്ന് പേരുണ്ടായിരിക്കാം, അതിന് ചിലപ്പം ഭാരതീയ സംസ്കാരം എന്ന് പേരുണ്ടായിരിക്കാം, അതിന് ചിലപ്പോൾ ഹിന്ദുവിസം എന്ന് പേരുണ്ടായിരിക്കാം. എല്ലാ മതങ്ങൾക്കും മുമ്പുള്ളതായിട്ടുള്ള അറിവ്, അതാണ് നമ്മൾ പങ്കുവെക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഏത് മതങ്ങളിൽ നിന്നുള്ള അറിവുകളും നമ്മൾ സ്വീകരിക്കുന്നുണ്ട്. ബൈബിളിലുള്ള അറിവുകൾ സ്വീകരിക്കുന്നുണ്ട്, ഖുറാനിൽ നിന്നുള്ള അറിവുകൾ സ്വീകരിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും നമ്മൾ വരും വീഡിയോകളിൽ കൂടുതലായിട്ട് ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ ബൈബിളിനെ അടിസ്ഥാനമാക്കിയോ ഖുറാനെ അടിസ്ഥാനമാക്കിയോ ഏതെങ്കിലും ഒരു മതപരമായിട്ടുള്ള റിജിഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് പോകുന്നതിനേക്കാളും അപ്പുറത്തേക്ക് ഏകമായിട്ടുള്ള പരബ്രഹ്മത്തിലേക്ക് അടുക്കാനായിട്ട് സഹജീവികളെ സ്നേഹിച്ചുകൊണ്ട് കരുണയോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്നുള്ള സന്ദേശമാണ് നമ്മൾ നൽകാനായിട്ട് ഉദ്ദേശിക്കുന്നത്. മാനവരാശിയുടെ ഉയർച്ചയാണ് നമ്മൾ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നത്. ആത്മീയമായിട്ട് ഓരോ വ്യക്തികളും ഉയരുന്ന സമയത്താണ് മാനവരാശിക്ക് ഓവറോളായിട്ട് ഈ പറയുന്ന എൻലൈറ്റൻഡ് ആയിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടാവുകയുള്ളൂ. അപ്പോഴാണ് സ്വർഗീയ ജെറുസലേം ഇറങ്ങി വരുന്നത്. അപ്പോഴാണ് വീണ്ടും പ്രവാചകന്മാർ അവതരിച്ച് കൊണ്ടുവരണം എന്ന് വിചാരിക്കുന്ന ഒരു സ്വർഗം നമ്മളിലൂടെ തന്നെയാണ് നമ്മൾ നേടേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. വ്യത്യസ്തമായിട്ടുള്ള ഒരു ചിന്താരീതിയാണത്. ചില ആളുകൾക്ക് മനസ്സിലാക്കി വരാനായിട്ട് സമയമെടുക്കുകയും ചെയ്യും. അതുകൊണ്ട് വർഗീയത, അക്രമം, അനീതി ഒന്നുമില്ലാത്ത അഹിംസയിൽ അധിഷ്ഠിതമായിട്ടുള്ള, ഹിംസ ഇല്ലാത്തതായിട്ടുള്ള, ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള, അടിച്ചേൽപ്പിക്കലുകൾ ഇല്ലാത്തതായിട്ടുള്ള, സ്വാതന്ത്ര്യ നിഷേധങ്ങൾ ഇല്ലാത്തതായിട്ടുള്ള, മറ്റുള്ളവന്റെ സമാധാന ജീവിതത്തിലേക്ക് ശബ്ദങ്ങൾ കൊണ്ട് പോലും കടന്നു ചെല്ലാനായിട്ട് ആഗ്രഹിക്കാത്തതായിട്ടുള്ള, സമാധാനത്തിലും സന്തോഷത്തിലും ജീവിക്കുന്ന ഒരു അഡ്വാൻസ്ഡ് സിവിലൈസേഷൻ, ശാസ്ത്രത്തിലും കൂടി അധിഷ്ഠിതമായിട്ടുള്ള ഒരു മോഡേൺ എറയിലേക്ക് നമുക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. മതങ്ങൾക്കും വർഗീയതകൾക്കും അപ്പുറത്തേക്ക് ആത്മീയതയാണ് എന്ന് അടിവരയിട്ട് പറഞ്ഞുകൊണ്ട് ഇവിടെ നിർത്തുകയാണ്. നമസ്തേ.